ഒരു ചെറുതായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതാണ് ഗാർഡൻ്റെ നമ്മൾ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അതൊരു ചെറിയൊരു ഗേറ്റ് വെച്ചിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു ചെറുതായിട്ടൊരു വാക്ക് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 80 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഒരു വാക്ക് വേ. അതിങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ടൈൽസ് ഒക്കെ വന്ന് ഈ രണ്ട് സൈഡും നമുക്ക് ഗ്രീനറി നമ്മൾ സെറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഗ്രീനറി സെറ്റ് ചെയ്യും. ഒപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒപ്പം എവിടെയൊക്കെയാണ് ഇലക്ട്രിക്കൽ പോയിന്റും അതുപോലെ തന്നെ ഈ വാട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു സീറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സീറ്ററിന് രണ്ട് സൈഡിലും നമ്മൾ പ്ലാന്റ് വെച്ച് അത് ഒരു ഗ്രീനറി സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബാക്കിലും കാര്യങ്ങളും ക്ലാഡിയും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഈ വാക്ക് നേരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്ക് യാർഡിലേക്ക് നമ്മളത് കണക്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഒരു വരാന്തയാണ് ബാക്ക് സൈഡിലത്തെ. ഇവിടെ നമ്മൾ ഒരു പാർട്ടി ഹാളിനുള്ള സെറ്റപ്പാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു സോളിഡിൽ തബൂക്കിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സീറ്റർ ആ ഒരു ഏരിയയിൽ നമ്മളൊരു ഡൈനിങ് വെച്ച് ഒരു ഷെയ്ഡൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് കണക്റ്റായി. ഇത് നേരെ ഞങ്ങളുടെ ബാക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഡെക്കൊക്കെ ചെയ്ത് കുഷനൊക്കെ വെച്ച് ഇവിടെ വലിയ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് ഫിഷൊക്കെ ഇട്ട് അതിന് സെറ്റപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം സൈഡിൽ നമ്മൾ ഗ്രീനറി സെറ്റാക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയാണ് നമ്മൾ ഡൈനിങ് ഏരിയ പ്രൊഫഷന്മാർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തം അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല ഷെയ്ഡ്സ് ഒക്കെ വന്ന് ഒരു എക്സ്റ്റീരിയർ ഗ്രേഡുള്ള ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഗ്രീനറി സെറ്റ് ചെയ്യും. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതുകൂടെ ചെയ്ത് കൊടുക്കും. ഒപ്പം ഈ ഒരു ഏരിയയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഫൗണ്ടന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂടെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നീട് ഒരു റീവർക്ക് വരാണ്ട് ഇത് ഫ്യൂച്ചറിൽ നമുക്കൊരു തലവേദനയാവാതിരിക്കാൻ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡിസൈൻസിൽ നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു പുതിയൊരു മോഡലിൽ നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മളത് ആരും വീട് പണിയുമ്പോൾ ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു വീടിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കിട്ടണമെങ്കിൽ ഒപ്പം അതിൻ്റെ ലോണും കാര്യങ്ങളും ബാക്ക് യാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഭംഗിയുണ്ടാവും. ഇത് നമ്മൾ ചുമ്മാ ഒരു വാക്ക് വേ എന്ന് പറയാം. വീടിൻ്റെ അപ്പുറത്തേക്ക് കണക്റ്റ് ആവുന്ന ഒരു ഗേറ്റും ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് നാച്ചുറൽ സ്റ്റോണൊക്കെ ചെയ്ത് സെറ്റാക്കും. അതുപോലെ തന്നെ അവിടെയും നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. വോളുമിലൊക്കെ നമ്മൾ കോമ്പൗണ്ട് വോളുമിലൊക്കെ നമ്മൾ ഫെൻസൊക്കെ വെച്ച് ലൈറ്റിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനേതായിട്ടുള്ള പ്രൊവിഷനും കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ഇലക്ട്രിക്കൽ പോയിൻ്റാണ് ഈ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റൊക്കെ വേണമെങ്കിൽ നമ്മൾ മുന്നേ കൂടി സെറ്റ് ചെയ്താലാണ് ഇതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് ഫൈനലിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പണി കഴിഞ്ഞ് ടൈൽസ് ഇട്ടതിന് ശേഷം പിന്നീട് ഇവിടെ ഒരു സോക്കറ്റ് വേണമായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ പിന്നീട് നമുക്കത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബാർബിക്യൂ ഒരു ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള ഫിനിഷ്ഡ് വീഡിയോസും എല്ലാതും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻറ്റീരിയർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റീരിയറാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് കുറച്ച് പ്രോഗ്രസ്സിലായിട്ട് വന്നേക്കുന്നത്.